മുല്ലശ്ശേരി പഞ്ചായത്തിൽ അവയവ മാഫിയ പിടിമുറുക്കിയതായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ. ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് അവയവ മാഫിയ ഇടപാടുകൾ നടത്തിയതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CA ബാബു. പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപം. പൈങ്കുളം വാഴാലിപ്പാടം മാന്നന്നൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്കുതടയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. വെള്ളം ഉയർന്നതോടെ നൂറുകണക്കിന് ചാക്ക് സിമന്റും മെറ്റലും വെള്ളത്തിൽ ഒലിച്ചുപോയി. പുഴയ്ക്കലിൽ കാറിൽ കടത്തിയ 330 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. പാലിയേക്കരയിൽ കാർ യാത്രക്കാരിൽ നിന്ന് MDMA-യും 2.25 ലക്ഷം രൂപയും പിടികൂടി. പുതുക്കാട് റെയിൽവേ ഗേറ്റ് പിക്കപ്പ് വാൻ ഇടിച്ച് തകരാറിലായി. പുതുക്കാട് ഊരകം ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ അവയവ മാഫിയ പിടിമുറുക്കിയതായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CA ബാബു. ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് അവയവ മാഫിയ ഇടപാടുകൾ നടത്തിയതെന്ന് CA ബാബു TCVയോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ നവംബറിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് ബാബു പറഞ്ഞു. 2 പുരുഷന്മാരും 5 സ്ത്രീകളുമാണ് അവയവ മാഫിയകളുടെ ഇരകളായത്. മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ 13, 14, 15 വാർഡുകളിൽ കേന്ദ്രീകരിച്ചിട്ട് അവയവ കച്ചവട മാഫിയയുടെ പ്രവർത്തനം സജീവമാണ്. ഇതിന്റെ ഫലമായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെ ഉന്നമിച്ചിട്ടാണ് ഈ കച്ചവട മാഫിയ പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെ ഔദ്യോഗികമായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ 7ഓളം പേരുടെ വൃക്കയും അതുപോലെ തന്നെ കരളും ഈ അവയവ കച്ചവട മാഫിയ വിൽപ്പന നടത്തിയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ നവംബറിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നമ്മൾ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം ആദ്യം നടന്നത്. പോലീസ് അന്വേഷിച്ചു. പക്ഷെ അന്വേഷിച്ച അവസാനം സ്റ്റേറ്റ് തലത്തിൽ ഇതിൽ അന്വേഷണത്തിന് വലിയൊരു സ്പെഷ്യൽ ടീമിനെ വെച്ചാലാണ് ഇതിന്റെ അന്വേഷണം പൂർത്തിയാവുള്ളൂ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് എനിക്ക് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷെ ഇവിടെ ഈ മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ ഈ പ്രദേശം മാത്രമല്ല, മറ്റ് തീരദേശ മേഖല കേന്ദ്രീകരിച്ചിട്ടും ഈ അവയവ കച്ചവടത്തിന്റെ മാഫിയയുടെ പ്രവർത്തനം സജീവമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഡാം തുറന്നുവിട്ടതോടെ പൈങ്കുളം വാഴാലിപ്പാടം മാനന്നൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്കുതടയണയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. പുഴയിൽ പെട്ടെന്ന് വെള്ളം ഉയർന്നതോടെ 1200 ചാക്ക് സിമന്റ്, 100 കണക്കിന് ലോഡ് മെറ്റൽ, യന്ത്ര സംവിധാനങ്ങൾ എന്നിവ വെള്ളത്തിൽ ഒലിച്ചുപോയി. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനെ തുടർന്ന് നഷ്ടമായത്. വളരെ ശ്രമകരമായാണ് വാഹനങ്ങളും മറ്റ് യന്ത്രങ്ങളടക്കമുള്ള നിർമ്മാണ സാമഗ്രികളും കരയ്ക്ക് കയറ്റിയത്. ചീപ്പ് ഒഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. ഭിത്തി നിർമ്മാണം 50 മീറ്ററിലധികം ബാക്കിയുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഉരുക്ക് തടയണയാണ് ഇത്. 2018 പ്രളയത്തെ തുടർന്ന് പുഴ ഗതി മാറി മാന്നന്നൂർ ഭാഗത്ത് സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് കൃഷിസ്ഥലം നശിച്ചിരുന്നു. ഈ ഭാഗത്താണ് കെട്ടി ഉയർത്തുന്ന പണികൾ നടക്കുന്നത്. തൃശൂർ പുഴയ്ക്കലിൽ കാറിൽ കടത്തിയ 330 ഗ്രാം MDMA-യുമായി 2 പേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി. കാസർഗോഡ് സ്വദേശി നജീബ്, ഗുരുവായൂർ സ്വദേശി ജിനീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. മയക്കുമരുന്ന് കടത്തിയ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റിലായ നജീബ് വിദേശത്ത് ബിസിനസ് നടത്തി വൻ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതിനെ തുടർന്നാണ് ലഹരി കടത്ത് തുടങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. വെസ്റ്റ് SI വിവേക്, ഷാഡോ പോലീസ് SI-മാരായ സുബ്രതകുമാർ, ഗോപാലകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജീവൻ, ലിഗേഷ് തുടങ്ങിയവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പാലിയേക്കരയിൽ കാർ യാത്രക്കാരിൽ നിന്ന് MDMA-യും 2.25 ലക്ഷം രൂപയും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കല്ലൂർ മാവിൻചുവട് സ്വദേശികളായ മണപ്പെട്ടി നിഖിൽ, കലിങ്ങപ്പുറം അമൽ, തേങ്ങാമച്ചി മണികണ്ഠൻ എന്നിവരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പാലിയേക്കരയിൽ സംശയാസ്പദമായി നിർത്തിയിട്ട കാർ പരിശോധിക്കുന്നതിനിടെയാണ് MDMA-യും പണവും പിടികൂടിയത്. MDMA വിൽപ്പന നടത്തിയ പണമാണ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത്. ചാലക്കുടി DVSP-യുടെ സ്ക്വാഡും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും പുതുക്കാട് പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത്. പുതുക്കാട് റെയിൽവേ ഗേറ്റ് വാഹനമിടിച്ച് തകരാറിലായി. ചൊവ്വാഴ്ച രാത്രിയാണ് ഗേറ്റിൽ പിക്കപ്പ് ഇടിച്ചത്. ഗേറ്റ് തകരാറിലായതോടെ പുതുക്കാട് ഊരകം ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഗേറ്റ് അടയ്ക്കുന്നതിനിടെ മറികടക്കാൻ ശ്രമിച്ച പിക്കപ്പിന്റെ പുറകുവശം ഗേറ്റിൽ കൊളുത്തി വലിക്കുകയായിരുന്നു. ഗേറ്റിന്റെ ക്രോസ് ബാരിയറാണ് തകരാറിലായത്. RPF ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പിക്കപ്പ് വാനിന്റെ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടി നേരിടുന്ന ഭൂമിയിൽ നിന്ന് തേക്ക് മരം മോഷ്ടിക്കാൻ ശ്രമിച്ചെന്ന കേസിന്റെ പുറകിൽ ബാങ്കിന്റെ പ്രസിഡന്റും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ സുരേഷ് മമ്പറമ്പിലിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് ആരോപണം. കേസിലെ പ്രതികളായ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും UDF വേലൂർ മണ്ഡലം ചെയർമാനുമായ PP രാമചന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമായ
VT ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബോർഡുകൾക്ക് ഫ്രെയിമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് വീഴാറായ അവസ്ഥയിലുള്ള തേക്ക് മരം മുറിച്ചത്. ഈ സമയത്ത് താൻ നാട്ടിലുണ്ടായിരുന്നില്ലെന്നും ജപ്തി നടപടിയുള്ള ഭൂമിയുടെ അതിർത്തി അറിയാതെയാണ് ഉണ്ണികൃഷ്ണൻ മരം മുറിച്ചതെന്നും രാമചന്ദ്രൻ പറഞ്ഞു. CPM-മായി രഹസ്യധാരണയുണ്ടാക്കി രമ്യ ഹരിദാസിനെ തോൽപ്പിക്കാൻ സുരേഷ് മമ്പറമ്പിൽ ശ്രമിച്ചിരുന്നു എന്നും സ്വന്തം മണ്ഡലമായ വേലൂരിൽ ഉൾപ്പെടെ ബ്ലോക്കിലെ 4 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ സുരേഷ് മമ്പറമ്പിൽ പങ്കെടുക്കാതിരുന്നത് ഇതിന് ഉദാഹരണമാണെന്നും ഇവർ PP രാമചന്ദ്രൻ VT ഉണ്ണികൃഷ്ണനും ആരോപിച്ചു. ആൾക്കാണ് ചാർജ് കൊടുത്തുള്ളത്, ആള് മുറിച്ചത് മാർച്ച് 29 അത് ജപ്തി ചെയ്ത പറമ്പിലത്തെ മരം തെറ്റി മുറിച്ചാണ്. അത് ആ മരം സൊസൈറ്റിയിൽ കിടക്കുന്നുണ്ട്. ഒരു തൊണ്ട മരം ആൾ കൊണ്ടുപോയിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. അത് ബാങ്കുകാർ വന്ന് കൊണ്ടുപോയി ബാങ്കിൻ്റെ ഷെഡിൽ കിടക്കുന്നുണ്ട് മരം. എനിക്കെതിരെ ഇത്ര രൂക്ഷമായ വരികയും 3 കാര്യങ്ങളുള്ളത്. ഒന്ന്, കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചതും. 2, സെയിൽസ്മാൻ്റെ വിഷയം മണ്ഡലം കമ്മിറ്റിയിലെ ചർച്ചയായിട്ട് മുന്നോട്ട് പോയതും. 3, ഇലക്ഷനിൽ ആൾ എതിർത്തിട്ട് അത് നടക്കാതെ നിങ്ങൾ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ നിലയ്ക്കും ഉണ്ണികൃഷ്ണൻ വൈസ് ചെയർമാൻ നിലയ്ക്കും നിങ്ങളുടെ വിഭാഗം രമ്യനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വർക്കായിട്ട് മുന്നോട്ട് പോയി. അത് ആൾക്ക് പറ്റിയിട്ടില്ല. ഈ 3 കാര്യമാണ്. മഴ പെയ്തതോടെ വരവൂർ വില്ലേജ് ഓഫീസ് വെള്ളത്തിലായി. റോഡ് ഉയർത്തി പണിതതോടെ വില്ലേജ് ഓഫീസ് താഴ്ന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. മഴ പെയ്യുമ്പോൾ റോഡിലൂടെ ഒഴുകുന്ന വെള്ളം കുത്തിയൊലിച്ച് വില്ലേജ് ഓഫീസിനകത്താണ് എത്തുന്നത്. റോഡ് നിർമ്മാണ സമയത്ത് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥനോട് ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിരുന്നു. വെള്ളത്തിൽ കാലുകൾ മുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നത്. ഫയലുകളും രേഖകളും വെള്ളം നനഞ്ഞ് നശിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. പൊതുമരാമത്ത് വകുപ്പിനും തഹസിൽദാർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും വില്ലേജ് ഓഫീസർ S. മഞ്ജു പറഞ്ഞു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ കനത്ത മഴയിൽ വീട് തകർന്നു. പുല്ലൂറ്റ പടന്നാപ്പുറത്ത് ഉള്ളിശ്ശേരി നൌഷാദിന്റെ ഓടുമേഞ്ഞ വീടാണ് ഏറെക്കുറെ പൂർണ്ണമായും തകർന്നത്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത് കണ്ട് നൌഷാദ് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. തയ്യൂരിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. തയ്യൂർ ചീരോത്ത് വീട്ടിൽ വിഷ്ണുവിനാണ് പരിക്കേറ്റത്. തയ്യൂർ വായനശാലയ്ക്ക് സമീപമാണ് അപകടം നടന്നത്. പരിക്കേറ്റ വിഷ്ണുവിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് അത്താണി പരിശീലന ഗ്രൗണ്ടിൽ തുടക്കമായി. തൃശൂർ താലൂക്ക് പരിധിയിലെ 300ഓളം ബസ്സുകൾക്കാണ് പരിശോധന നടത്തുന്നത്. ഇതിനകം 80ഓളം സ്കൂൾ വാഹനങ്ങൾക്ക് പരിശോധന നടത്തി ഫിറ്റ്നസ് സാക്ഷ്യപത്രം നൽകി. വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ബസിന്റെ വിവരങ്ങൾ രക്ഷിതാക്കൾക്കും മനസ്സിലാക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സേഫ് സ്കൂൾ ബസ് സംവിധാനവുമുണ്ട്. വാഹനങ്ങളുടെ കൃത്യമായ അറ്റകുറ്റപ്പണികൾ, വേഗപ്പൂട്ടിന്റെ പ്രവർത്തനം, അഗ്നിരക്ഷാ സംവിധാനം, പ്രഥമ ശുശ്രൂഷ കിറ്റ്, GPS എന്നിവ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് പരീക്ഷ നടത്തുന്നത്. തൃശൂർ താലൂക്ക് പരിധിയിലെ സ്കൂൾ വാഹന ഡ്രൈവർമാർ, ആയമാർ എന്നിവർക്ക് ആവശ്യമായ ബോധവൽക്കരണവും നൽകും. വാഹനങ്ങളിൽ സ്ഥാപനത്തിന്റെ പേര് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡിൽ പാലക്കൽ, കണിമംഗലം എന്നിവിടങ്ങളിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് ഏത് സമയത്തും മേഖലയിൽ യാത്രാ ദുരിതം സൃഷ്ടിക്കുന്നത്. ആംബുലൻസുകൾ ഉൾപ്പെടെ കുരുക്കിൽപ്പെട്ടിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. പലപ്പോഴും ബസ് ഉടമകളും ജീവനക്കാരും നാട്ടുകാരും വാഹനങ്ങൾ തിരിച്ചുവിട്ടാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. പാലക്കൽ സെന്റർ മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെയും കണിമംഗലം പാടത്തുമാണ് ഗതാഗത സ്തംഭനം പ്രതിസന്ധിയാവുന്നത്. ടോൾ നൽകാതെ സഞ്ചരിക്കുന്ന ഭാരവാഹനങ്ങൾ ഒല്ലൂർ ദേശീയപാതയിൽ നിന്ന് ആനക്കല്ല്, പാലക്കൽ, ഇരിങ്ങാലക്കുട വഴിയാണ് പോകുന്നത്. ഇത്തരം വാഹനങ്ങൾ പാലക്കലിൽ പ്രധാന റോഡിലേക്ക് തിരിയുമ്പോൾ ഏറെ നേരം ഗതാഗത കുരുക്കുണ്ടാകുന്നുണ്ട്. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പരാതിയെ തുടർന്ന് പാലക്കൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന ബസ് സ്റ്റോപ്പുകൾ മാറ്റിസ്ഥാപിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് പാലക്കൽ പള്ളി മതിലിന്റെ ആരംഭഭാഗത്തും, പെരുമ്പളിശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മാർക്കറ്റ് ജംഗ്ഷൻ എത്തുന്നതിന് മുൻപുള്ള ഹോട്ടലിന്റെ എതിർവശത്തും നിർത്തണം. അമ്മാടം ഭാഗത്തേക്ക് വരുന്നതും പോകുന്നതുമായ ബസ്സുകൾ അമ്മാടം റോഡിലേക്ക് കയറ്റി വേണം നിർത്താൻ. ആവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും വ്യാപാരി സംഘടനാ നേതാക്കളുടെയും യോഗത്തിലാണ് തീരുമാനം. ചേലക്കരയിൽ മധ്യവയസ്കനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെങ്ങാനല്ലൂർ മൂപ്പൻ തെരുവിൽ താമസിക്കുന്ന തിരുത്തിപ്പറമ്പിൽ വീട്ടിൽ 55 വയസ്സുള്ള രാധാകൃഷ്ണനാണ് മരിച്ചത്. വെങ്ങാനല്ലൂർ പ്രദേശത്തെ തളിക്കുളത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളത്തിൽ മീൻ പിടിക്കുന്നതിനിടെയാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കുറുമാലിപ്പുഴയിലെ പന്തല്ലൂർ കുണ്ടൂക്കടവിൽ കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. മഴ തുടങ്ങുന്നതിന് മുൻപ് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കാനുള്ള
തിരക്കിട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കുറുമാലിപ്പുഴയിലെ കുണ്ടൂക്കടവിൽ ഉയരുന്ന പാലം പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തല്ലൂരിനെയും പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂരിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഇരു പഞ്ചായത്തുകളിലെയും കാർഷിക വാണിജ്യ ഗതാഗത മേഖലയിൽ വികസനത്തിന് കാനത്തോട് റെഗുലേറ്റഡ് ബ്രിഡ്ജ് വഴി തുറക്കും. കാലങ്ങളായി കടത്തുവഞ്ചിയെ ആശ്രയിച്ചാണ് കുണ്ടൂക്കടവിൽ നാട്ടുകാർ പുഴ മുറിച്ചു കടന്നിരുന്നത്. വേനൽക്കാലത്ത് പുഴയിൽ നിർമ്മിക്കുന്ന താൽക്കാലിക മൺചിറയിൽ വെള്ളം സംഭരിച്ചു നിർത്തിയാണ് ജലസേചനത്തിനും കുടിവെള്ള പമ്പിങ്ങിനും ഉപയോഗപ്പെടുത്തുന്നത്. റെഗുലേറ്റഡ് കം ബ്രിഡ്ജ് പൂർത്തിയാകുന്നതോടെ മേഖലയിൽ യാത്രാ സൗകര്യം വർദ്ധിക്കും. പുതുക്കാട്, പറപ്പൂക്കര, മറ്റത്തൂർ പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയിൽ ഏറെ പുരോഗതിക്ക് പാലം വഴി തുറക്കും. പറപ്പൂക്കര പഞ്ചായത്തിലെ 100 ഹെക്ടറോളം സ്ഥലത്തേക്ക് ജലസേചനം ലഭ്യമാക്കാനും കഴിയും. കുറുമാലിപ്പുഴയിലെ കുണ്ടൂക്കടവിൽ വർഷം തോറും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കാറുള്ള താൽക്കാലിക തടയണ റെഗുലേറ്റഡ് കം ബ്രിഡ്ജ് വരുന്നതോടെ ഒഴിവാക്കാനും സാധിക്കും. കാനത്തോട് റെഗുലേറ്റഡ് കം ബ്രിഡ്ജ് പൂർത്തിയാകുന്നതോടെ പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂർ മേഖലയിലുള്ളവർക്ക് ദേശീയപാതയിലെ കൊടകര, നെല്ലായി, ചാലക്കുടി എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 27.37 കോടി രൂപ വിനിയോഗിച്ചാണ് കാനത്തോട് റെഗുലേറ്റഡ് കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. KIIDCക്കാണ് നിർമ്മാണ ചുമതല. 5 സ്പാനുകളോടെ 5.3 മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുന്നത്. ഇരുഭാഗത്തും 150 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും. 2022 ഏപ്രിൽ 16 മന്ത്രി റൂഷി അഗസ്റ്റിൻ തറക്കല്ലിട്ട പാലം അടുത്ത വേനലോടെ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. TCV കൊടകര. കുന്നംകുളം ലയൺസ് ക്ലബ്ബും യങ് മേറ്റ്സ് ക്ലബ്ബും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗിൽബർട്ട് എസ് പാറമേൽ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യ, പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ, വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ, റീജിയൻ ചെയർമാൻ VJ തോമസ് എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ നിയമങ്ങളിലെ വാദമുഖങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് അഭിഭാഷകർക്കായി തുടർ നിയമ പരിശീലന ക്ലാസ് നടത്തി. സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് KN സോമകുമാർ ക്ലാസിന് നേതൃത്വം നൽകി. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് CP അശോക് കുമാർ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P വിഷ്ണുദേവ്, ട്രഷറർ അഡ്വക്കേറ്റ് നെവിൻ ജോർജ് എന്നിവർ സംസാരിച്ചു. സക്ഷ്മ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൂർദാസ് ജയന്തി പ്രൊഫസർ K വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. സക്ഷ്മ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആശാ ഗോപാലകൃഷ്ണൻ സൂർദാസ് അനുസ്മരണം നടത്തി. പെപ്പിൻ ജോർജ്, MV ജീവൻ എന്നിവരെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രനാഥ മേനോൻ അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാർക്കുള്ള ഇലക്ട്രിക് സ്കൂട്ടർ വിതരണവും നടന്നു. ജില്ലാ സെക്രട്ടറി PG അനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി MP മനോജ് എന്നിവർ സംസാരിച്ചു. കരാത്തെ എന്ന ആയോധന കലയെ ജീവവായു പോലെ സ്നേഹിച്ച് തലമുറകളിലേക്ക് പകർന്നു നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തുകയാണ് എടത്തിരുത്തിയിലെ ഒരു കുടുംബം. അയനിച്ചുവട് സ്വദേശി സന്തോഷിന്റെ കുടുംബമാണ് കരാത്തയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. കരാത്തെ ഒരു ആയോധന കലയെന്ന രീതിയിൽ ജനകീയമല്ലാത്ത കാലത്താണ് മറ്റുള്ളവരിൽ നിന്ന് കേട്ടറിഞ്ഞ് ഇത് അഭ്യസിക്കണമെന്ന ആഗ്രഹം സന്തോഷിനുണ്ടാകുന്നത്. അങ്ങനെ 1978 12 വയസ്സുള്ളപ്പോൾ കരാത്തയിൽ ഹരിശ്രീ കുറിച്ച സന്തോഷ് ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചായിരുന്നു പഠനം തുടർന്നത്. വീട്ടുകാർക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് പോലും നിരന്തര അഭ്യസനത്തിലൂടെ സന്തോഷ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 5 വർഷത്തിനുള്ളിൽ കരാത്തെ അധ്യാപകന്റെ കുപ്പായമണിഞ്ഞു. ചെറുപ്രായത്തിൽ തന്നെ 6ഓളം കേന്ദ്രങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന സന്തോഷ് എന്ന കരാത്തെ അധ്യാപകനെ പതുക്കെ നാടറിഞ്ഞു തുടങ്ങി. ഇതിനിടയിൽ ബ്ലാക്ക് ബെൽറ്റും സ്വന്തമാക്കി. കുട്ടികളെക്കാളും കൂടുതൽ മുതിർന്നവരായിരുന്നു അക്കാലത്ത് സന്തോഷിന്റെ ശിഷ്യന്മാർ. ഉപജീവന മാർഗത്തിന് മറ്റെന്തെങ്കിലും ജോലി വേണമെന്ന വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു പരസ്യ കമ്പനിയിൽ ചേർന്നു. അപ്പോഴും ഒഴിവു സമയങ്ങൾ പരിശീലനത്തിനായി നീക്കിവെച്ചിരുന്നു. വിവാഹത്തിന് ശേഷം സ്വന്തമായി ഒരു പരസ്യ കമ്പനിയും തുടങ്ങി. കമ്പനി പച്ചപിടിക്കാതായതോടെ ഭാര്യ രജനിയെയും കൂട്ടി വീണ്ടും കരാത്തയുടെ ലോകത്തേക്ക് മടങ്ങി. സന്തോഷിൽ നിന്ന് രജനിയും കരാത്തെ അഭ്യസിച്ചു. ചെറുപ്രായത്തിൽ തന്നെ മക്കളായ അനിന്യയും അശ്വന്ത് കൃഷ്ണയും മാതാപിതാക്കളുടെ വഴിയെ സഞ്ചരിച്ചു. അതോടെ സന്തോഷിന്റെ കുടുംബം ഒരു സമ്പൂർണ്ണ കരാത്തെ കുടുംബമായി. പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് കരാത്തയിൽ നിരവധി ഡിഗ്രികൾ ഇതിനോടകം സന്തോഷ് രജനി ദമ്പതികൾ സ്വന്തമാക്കി കഴിഞ്ഞു. മക്കളും പരിശീലന രംഗത്തേക്ക് വന്നു. കേരളത്തിനകത്തും പുറത്തുമായി വേൾഡ് വൈഡ് മാർഷൽ അക്കാദമി എന്ന പേരിൽ നിരവധി ബ്രാഞ്ചുകൾ സ്ഥാപിച്ചു. 1983 വീട്ടിൽ വെച്ചിട്ട് തുടങ്ങിയ ഒരു കരാട്ടെ പരിശീലനമാണ്. അതിപ്പോൾ 41 വർഷം പിന്നിട്ടിരിക്കുകയാണ്. നിരവധി കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്ന് കരാട്ടെ പഠിച്ച് വലിയ ഉയർന്ന ലെവലിലെത്തിയിട്ടുണ്ട്. അതിലിപ്പം ചില ഡോക്ടർമാരായിട്ടുണ്ട്, എഞ്ചിനീയർമാരായിട്ടുണ്ട്, അതുപോലെ തന്നെ പോലീസിൽ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇപ്പോൾ വളരെയധികം
രക്ഷിതാക്കൾ, അമ്മമാരും അച്ഛന്മാരും കുട്ടികളും കൂടിയിട്ട് ഇപ്പോൾ പരിശീലന രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നിരവധി കുട്ടികൾ ക്ലാസ്സിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആയോധന കല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ജനകീയമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമില്ല എന്ന പേരിൽ കരാത്തെ പഠിക്കാൻ കഴിയാത്തവരെ സൗജന്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവർ. വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തുകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഈ ആയോധന കലയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കരാത്തെ സ്വതോഹരണ ക്ലാസുകളും അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. TCV കൈപ്പമംഗലം. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ആശുപത്രിയിലെ ഉപകരണങ്ങൾ സൗജന്യമായി റിപ്പയർ ചെയ്തു നൽകി. വീൽ ചെയറുകൾ, ബെഞ്ചുകൾ, മറ്റു ഉപകരണങ്ങൾ തുടങ്ങിയവയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റിപ്പയർ ചെയ്തു നൽകിയത്. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റും ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റുമായ സജീവൻ തയ്യൽ കണ്ണംകുളങ്ങര, സെക്രട്ടറി ബിഞ്ചു കാഞ്ചനാസ് ചിറക്കൽ, സന്തോഷ്, കൃഷ്ണൻ മേപ്പുള്ളി, മോഹനൻ, സൗമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുരുത്തി ശ്രീ ഭരതക്കാട്ട് അയ്യപ്പൻകാവ് പ്രതിഷ്ഠാ ദിനം ഭക്തിസാന്ദ്രമായി. ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി വേലു, മാടാവുമന അജിതൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഊരാളൻ പള്ളിക്കാട്ട് പരമേശ്വരൻ തിരുമേനി, കോമരം മേനങ്ങത്ത് സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. NSS ഗുരുവായൂർ തിരുവെങ്കിടം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി. കരയോഗ മന്ദിരത്തിൽ നടന്ന വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് PC ചന്ദ്രശേഖരൻ ഇളയത് ആചാര്യനായി. 40ഓളം കുട്ടികൾ പങ്കെടുത്തു. തുടർന്ന് കരയോഗത്തിലെ അർഹരായ 100ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ശ്രീകൃഷ്ണ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ KV ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് V ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീനാരായണൻ മുല്ലപ്പള്ളി, ഗോപിനാഥൻ മലയത്ത്, ഷൺമുഖൻ തെച്ചിയിൽ, ബാലാമണി മേനോൻ ചങ്കത്ത്, ശിവദാസ് മൂത്തേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുല്ലശ്ശേരി പഞ്ചായത്തിൽ അവയവ മാഫിയ പിടിമുറുക്കിയതായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ. ദാരിദ്ര്യം ചൂഷണം ചെയ്താണ് അവയവ മാഫിയ ഇടപാടുകൾ നടത്തിയതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CA ബാബു. പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപം. പൈങ്കുളം വാഴാരിപ്പാടം മാന്നന്നൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഉരുക്ക് തടയണയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. വെള്ളമുയർന്നതോടെ 100 കണക്കിന് ചാക്ക് സിമന്റും മെറ്റലും വെള്ളത്തിൽ ഒലിച്ചുപോയി. പുഴയ്ക്കലിൽ കാറിൽ കടത്തിയ 330 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. പാലിയേക്കരയിൽ കാർ യാത്രക്കാരിൽ നിന്ന് MDMA-യും 2.25 ലക്ഷം രൂപയും പിടികൂടി. പുതുക്കാട് റെയിൽവേ ഗേറ്റ് പിക്കപ്പ് വാൻ ഇടിച്ച് തകരാറിലായി. പുതുക്കാട് ഊരകം ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.